പോലീസിന് പിന്നാലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദനാരോപണം. 5 വർഷം മുമ്പ് നേരിട്ട ക്രൂരമർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പൊതുപ്രവർത്തകനായ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ് രംഗത്തെത്തി. ഭയം കൊണ്ടാണ് പുറത്തു പറയാതിരുന്നതെന്നും മർദ്ദനത്തിന് ശേഷം നിത്യരോഗിയായെന്നും ബൈജു 24-നോട് പറഞ്ഞു. അവർ 4-5 പേര് കൂടിയിട്ട് എന്നെ അവരുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലേക്ക് മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഇവർ പറയാതെ ഇവർ വീണ്ടും എന്നെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചു നിർത്തി എന്നെ എൻ്റെ മുതുകത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ കിടന്ന ഒരു തടി കഷ്ണം ഉപയോഗിച്ചിട്ട് ഇവരെൻ്റെ തലയ്ക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് ഈ പരാതി? എന്തിനാണ് ഇയാളെ വനവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്? കൂടുതൽ വിവരങ്ങൾ എന്താണ് വിപിൻ? ഏറ്റവും പുതിയ വിവരം പറയാം. ഇപ്പോൾ ബൈജു ആൻഡ്രൂസ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ മർദ്ദിച്ച 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ ജോലിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അന്ന് തന്നെ ഉയരുന്നൊരു കാര്യമാണ് ഈ CCTV ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം മർദ്ദനം ഉണ്ടായിരിക്കും, എത്രത്തോളം ഇത്തരത്തിൽ ക്രൂരതകൾ നടന്നിട്ടുണ്ടാകും എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഈ ബൈജു ആൻഡ്രൂസ് പറയുന്നത്. ഇത് 2020 നടന്നാണ്, 5 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇയാളുടെ, അതായത് ബൈജുവിന്റെ പങ്കാളിത്തത്തിൽ അവിടെ ഒരു കപ്പ കൃഷി നടത്തിയിരുന്നു. അതിനോട് അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിരുന്ന ഒരാളെ, ഈ മാനിനെ വെടിവെച്ചു എന്നുള്ള കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നു. അതേ കേസിൽ തന്നെ ആ ദിവസം ഈ ബൈജുവിനെ കൂടി കസ്റ്റഡിയിലെടുക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഈ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിഗണനയും ഇല്ലാതെ ചെന്ന ഉടൻ തന്നെ ഈ കാര്യം പോലും പറയാതെ മുഖത്തെ കടിച്ചു, തുടർന്ന് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. ആ കാര്യമാണ് ഇപ്പോൾ ഈ ബൈജു തന്നെ വിവരിക്കുന്നത്. അങ്ങനെ മരം കൊണ്ടടിച്ചു, ഒപ്പം തന്നെ കൈകൾ ബന്ധിച്ച് അവിടെ വെച്ചും മർദ്ദിച്ചു. അതിൽ ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഗുളികകൾ കഴിക്കാൻ നൽകി, പിന്നെയും ചവിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ക്രൂരമർദ്ദനം അന്ന് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ബൈജു പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം ഒരു നിത്യരോഗിയായി. അദ്ദേഹത്തിന് ചുമ, ഒപ്പം തന്നെ ചുമയ്ക്കുമ്പോൾ തന്നെ രക്തം ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടുകൂടി കൃഷി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോഴും കോടതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ജഡ്ജിയോട് പറഞ്ഞില്ല എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ മറുപടി, 2020 കോവിഡ് കാലമായിരുന്നു, ഓൺലൈൻ ആയിരുന്നു കോടതി ചേർന്നിരുന്നത്. ചുറ്റും ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ജഡ്ജി ഇത്തരത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ പേടി കൊണ്ട് പറയാഞ്ഞതാണ്. ഇപ്പോൾ ഈ കുന്നംകുളം സംഭവം വന്നതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും ഒപ്പം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനും ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇതാ പരാതി നൽകിയിരിക്കുന്നു. ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഇദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ഒരു പൊതുപ്രവർത്തകനാണ്, ഇടതുപക്ഷ അനുഭാവിയായി അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ബൈജുവിനെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. ഇങ്ങനെ കസ്റ്റഡിയിലിരിക്കെ ക്രൂരമർദ്ദനത്തിനിരയാവുക, അതിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ഡോക്ടർ എത്തി ഇയാൾക്ക് ചികിത്സ നൽകേണ്ട നിലയിലേക്ക് വരെ പോയി എന്ന് പറയുമ്പോൾ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണല്ലോ അത്, വിപിൻ സി വിജയൻ. അതെ, അദ്ദേഹത്തിന് ആ ഒരു 4-5 പേർ ചേർന്ന് മുറിയിലിട്ട് മർദ്ദിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് ബോധം പോയി. അപ്പോൾ ഡോക്ടർ വരികയും ഗുളിക കഴിക്കാൻ തരികയും ചെയ്തു. അങ്ങനെ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും നിലത്തിട്ട് ചവിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. ഇത് എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇത്ര വലിയൊരു കാര്യം, കേസ് എന്തായിരുന്നു, അതേ സംബന്ധിച്ചിട്ട് ഒന്നും തന്നെ ഇയാളോട് പറയാതെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അവിടെ അറിയാത്ത ഒരാളല്ല, അല്ലെങ്കിൽ ഈ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെടാത്ത ഒരാളല്ല. അദ്ദേഹം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചെല്ലുന്നതാണ്. പക്ഷെ അതൊന്നും തന്നെ പരിഗണിക്കാതെ ചെന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അവരുടെ പേര് സഹിതമാണ് ഇപ്പോൾ ഈ പരാതിയായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. പോലീസിൽ കൂടി പരാതി പറയാൻ കൂടി അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അതൊക്കെ ഈ ഒരു കുന്നംകുളത്തെ ഈ ഒരു സംഭവത്തെ തുടർന്ന് അതിലുണ്ടാവുന്ന ഒരു നടപടികളെ തുടർന്നാണ് ഇത് തനിക്കും പറയണമെന്നുള്ളത് ഈ 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തീരുമാനിക്കുന്നത്. പലപ്പോഴും ഇത് പറയാത്തത് നാട്ടിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേടി കൊണ്ടാണ്. കാരണം മറ്റ് കേസുകൾ
കേസുകൾ വരുമോ, ഇനി പിടിച്ചുകൊണ്ടുപോകുമോ തുടങ്ങിയിട്ടുള്ള പേടി കൊണ്ടാണ് ഇത് കോടതിയിലോ മറ്റെവിടെയും പറയാതിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ 14 ദിവസം റിമാൻഡിലായിരുന്നു. അതിനുശേഷം ഈ കേസിൽ പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ കേസ് അവസാനിച്ചിട്ടില്ല. അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ മർദ്ദനത്തെ സംബന്ധിച്ച് അദ്ദേഹം തുറന്നു പറയുന്നത്. ശരി, കുന്നംകുളത്തെയും പീച്ചിയിലെയും ഒക്കെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉയർന്നുവരുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നേരത്തെ നേരിട്ട കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ്. അത് പോലീസിനെതിരെ മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി പരാതി ഉയർന്നു വരികയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശിയായ ബൈജു ആൻഡ്രൂസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.